ഹായ് ഓൾ, മെക്കാനിക്കൽ മോഡലിങ്ങിൻ്റെ പാർട്ട് 4 ആണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് അതിൻ്റെ മെത്തേഡ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെക്കാനിക്കൽ മോഡലിങ്ങിൽ ചോദിച്ചിട്ടുള്ള ഇപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ മെക്കാനിക്കൽ സിസ്റ്റം ഷോൺ ബിലോ എന്ന് തന്നിരിക്കുന്നത്. ഇതിൻ്റെ കേസിൽ 3 മാസ് ഉണ്ട്. അപ്പോൾ മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് കാണും? ഡിസ്പ്ലേസ്മെൻറ്റ് കാണും. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് x1, ദിസ് ഈസ് x2. മാസ് m1 ആയിട്ട് റിലേറ്റ് ചെയ്ത് x1, m2 ആയിട്ട് റിലേറ്റ് ചെയ്ത് x2, m3 ആയിട്ട് റിലേറ്റ് ചെയ്ത് x3 ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. 3 മാസ് ഉണ്ട്. 3 മാസിന് റിലേറ്റ് ചെയ്ത് 3 നോഡ് കാണും. ആ നോഡ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ x1, സെക്കൻഡ് വൺ x2, തേർഡ് വൺ x3. അതിന് റിലേറ്റ് ചെയ്ത് എന്ത് കാണും? മാസ് കാണും. x1 കറസ്പോണ്ടിങ് ആയിട്ട് മാസ് m1, x2 കറസ്പോണ്ടിങ് ആയിട്ട് മാസ് m2, x3 കറസ്പോണ്ടിങ് ആയിട്ട് മാസ് m3. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? മാസ് m1 ആയിട്ട് റിലേറ്റ് ചെയ്ത് കമ്പോണൻസ് ഉണ്ടോ അതെല്ലാം ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കേസിൽ മാസ് m1 ആയിട്ട് റിലേറ്റ് ചെയ്ത് b1 ഉണ്ട്, k1 ഉണ്ട്. b1 എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. നമ്മൾ ആ b1 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ദറ്റ് ഈസ് b1. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പോണൻറ്റ് k1 ആണ്. k1 ഈസ് ബിറ്റ്വീൻ m1 ആൻഡ് m2 ആണ്. അതായത് x1 x2 ഇടയ്ക്കായിരിക്കും ഏത് വരുന്നത്? ഏത് എലമെൻറ്റ് വരുന്നത്? പറഞ്ഞേ, k1 വരുന്നത്. അപ്പം ഇതുമായിട്ട് m1 ആയിട്ട് റിലേറ്റ് ചെയ്ത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത് m2ലേക്ക് പോവുക. m2ലേക്ക് പോകുമ്പം ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കുക. അതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മാർക്ക് ചെയ്യുക. ഫോഴ്സ് f(t) വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മാർക്ക് ചെയ്തു. ഫോഴ്സ് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്തുണ്ട്? k3 വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ k3 വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മാർക്ക് ചെയ്ത് k3. ഇനി ഏത് എലമെൻറ്റ്സാണ് ഉള്ള? ഫോഴ്സ് മാർക്ക് ചെയ്തു, k1 മാർക്ക് ചെയ്തു, k1 ഓൾറെഡി മാർക്ക് ചെയ്തു. നേരത്തെ ബിറ്റ്വീൻ x1 ആൻഡ് x2 ആണ് k1 മാർക്ക് ചെയ്ത്. ഇനി ഏതാ ഉള്ളത്? ദിസ് ഈസ് b2 ആണ്. b2 ബിറ്റ്വീൻ m2 ആൻഡ് m3. ഇപ്പോൾ നോഡ് 2നും 3ക്കും ഇടയ്ക്ക് യു ഹാവ് ടു മാർക്ക് b2 മാർക്ക് ചെയ്തു. m2 ആയിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാം ആയില്ലേ? ഫോഴ്സായി, k1 ആയി, b2 ആയി, k3 ആയി. ഇനി ലാസ്റ്റ് m3ലേക്ക് പോവാം. m3 വരുമ്പോഴത്തേക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ള? b2 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇനി k2 മാത്രമേ ഉള്ളൂ. k2 വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മാർക്ക് ചെയ്യാം. k2. ഇത് ഫ്രീ ബോഡി ഡയഗ്രാമായി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3 മാസ് ഉണ്ടായതുകൊണ്ട് 3 ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് 3 ഇക്വേഷൻസ്. ഇക്വേഷൻ 1, നോഡ് 1ൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഫോഴ്സ് വല്ല ആക്ട് ചെയ്യുന്നു നോക്കുക. ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. സോ 0 ഈക്വൽ ടു മാസിന് റിലേറ്റ് ചെയ്ത് എന്ത് വരും? m1 d². ഇവിടെ x1 ആയതുകൊണ്ട് x1/dt². മാസിൻ്റെ എഴുതി. അടുത്ത b1ൻ്റെ എന്ത് വരും? പ്ലസ് b1 ഇൻറ്റു d/dt ഓഫ് x1, d/dt ഓഫ് x1. b1ൻ്റെ എഴുതി. പ്ലസ് k1 ഇൻറ്റു വിത്ത് റെസ്പെക്ട് നോഡ് 1 ആയതുകൊണ്ട് x1 മൈനസ് x2. ദിസ് ഈസ് ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ 2, നോഡ് 2ൻ്റെ ഇക്വേഷൻ. അതുപോലെ ഫോഴ്സസ് വല്ല ആക്ട് ചെയ്യുമെന്ന് നോക്കുക. നമ്മൾ ഡി-ആലംബേർട്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇക്വേഷൻ എഴുതുന്നത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ f(t), ലെഫ്റ്റ് ഹാൻഡ് സൈഡ് f(t) ഈക്വൽ ടു നെക്സ്റ്റ് m2ൻ്റെ എന്തൊരു? m2 d². ഇവിടെ x2 ആയതുകൊണ്ട് x2/dt² എന്ന് വരും. മാസായി. ഇനി അടുത്ത് k2ൻ്റെ എന്തുവരും? k3ൻ്റെത് k3 ഇൻറ്റു x2 വരും. അപ്പം മാസിൻ്റെ മാർക്ക് ചെയ്ത് k2ൻ്റെ മാർക്ക് ചെയ്ത്. ഇനി k1 എന്ന് വെച്ച് കഴിഞ്ഞാൽ k1 ഇൻറ്റു എന്തുവരും? വിത്ത് റെസ്പെക്ട് നോഡ് 2 ആയതുകൊണ്ട് x2 മൈനസ് x1. നമ്മൾ k1ൻ്റെ മാർക്ക് ചെയ്ത്. ഇനിയുള്ള ഏതാ? b2 പ്ലസ് b2 ഇൻറ്റു d/dt ഓഫ് അവിടെ എന്തുവരും? x2 മൈനസ് x3 വരും. ബിറ്റ്വീൻ x2 ആൻഡ് x3 ആണ്. നമ്മൾ x2ൻ്റെ നോഡ് എഴുതുന്നുണ്ട്. x2 മൈനസ് x3. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എല്ലാം വന്നു നോക്കണം. ഫോഴ്സ് വന്നിട്ടുണ്ട്, മാസ് വന്നിട്ടുണ്ട്, k3 വന്നിട്ടുണ്ട്, k1 വന്നിട്ടുണ്ട്, b2 വന്നിട്ടുണ്ട്. ഇനി ഇക്വേഷൻ 4, ഇക്വേഷൻ 3, നോഡ് 3ൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ കേസിൽ നോഡ് 3 എടുക്കുക. ഫോഴ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഫോഴ്സ് ഒന്നുമില്ല. സോ 0 ഈക്വൽ ടു മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് m3 d². ഇവിടെ x3 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് x3 ആണ്. d²s3/dt² പ്ലസ് k2 ഇൻറ്റു എന്ത് വരും?
x3 വരും പ്ലസ് b2 ഇൻറ്റു d ബൈ dt ഓഫ് x3 മൈനസ് x2. ഇതിൻ്റെ കേസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം ചെയ്താൽ മതി. അടുത്തൊരു പ്രോബ്ലത്തിലേക്കൂടെ പോകാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, x2 ഓഫ് s ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ x2 ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യണം, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് ഒരു മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഫ്രീ ബോഡി ഡയഗ്രാം ആദ്യമേ 3 മാസമുണ്ട്. അപ്പോൾ 3 നോഡ് വരും. ആ നോഡ് മാർക്ക് ചെയ്യുക. x1 x2 x3. x1 കറസ്പോണ്ടിങ് ആയിട്ട് മാസ് m1, x2 കറസ്പോണ്ടിങ് ആയിട്ട് മാസ് m2, x3 കറസ്പോണ്ടിങ് ആയിട്ട് മാസ് m3. അത് ഗ്രൗണ്ട് ചെയ്യുക. ഓക്കെ, ഇനി m1 ആയിട്ട് റിലേറ്റ് ചെയ്ത ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നോ അത് എഴുതുക. അവിടെ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മാർക്ക് ചെയ്യുക, എഫ് ഓഫ് ടി. ഇനി K2 ബിറ്റ്വീൻ m1 ആൻഡ് m2, K2 മാർക്ക് ചെയ്യുക. K2 മാർക്ക് ചെയ്ത് ഇനി K1 B1 വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. K1 B1 വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കമ്പോണൻസും നമ്മൾ മാർക്ക് ചെയ്തു. K1 B1. ഇനി അടുത്ത m2 നോഡ് 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓൾറെഡി K2 വരച്ചിട്ടുണ്ട്. ഇനി ബിറ്റ്വീൻ എന്തുണ്ട്, m1 ആൻഡ് m2 K3യും B2 ഉണ്ട്. ബിറ്റ്വീൻ 2 and 3 you have to mark B2 and spring K3. ഓക്കെ, ഇപ്പോൾ എല്ലാം ആയില്ലേ? ഓക്കെ, അല്ല, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സ് വെച്ച് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് മാസ് m1 ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ m1 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഫ് ഓഫ് എസ് എന്ന് എഴുതുക. ഓക്കെ, ഇനി മാസ് 2 ആയിട്ട് ഫോഴ്സ് ഉണ്ടോ? ഇല്ല, 0. മാസ് 3 ആയിട്ടോ? ഇല്ല, 0. നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടി. ഈക്വൽ ടു ഒരു മെട്രിക്സ് ഇൻറ്റു എന്തായിരിക്കും വരുന്നത്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് x1 ഓഫ് എസ്, x2 ഓഫ് എസ്, x3 ഓഫ് എസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അതിൽ ഡയറക്റ്റ് എഴുതാം. ഇപ്പം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മെട്രിക്സ് A11 A12 3/3 മെട്രിക്സ് അല്ലേ വരുന്നത്, 3/3 മെട്രിക്സ്. അതിൽ നേരത്തെ ചെയ്ത പോലെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസിലും എക്സേർട്ട് ചെയ്യുന്ന കമ്പോണൻറ്റിൻ്റെ ലാപ്ലാസിൽ സമ്മായിട്ട് നമ്മൾ എഴുതും, ഇൻക്ലൂഡിങ് m1 അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എഴുതാം. ഇപ്പോൾ ഇത് ഫസ്റ്റ് m1 റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് s² m1 പ്ലസ് K1 പ്ലസ് SB1 പ്ലസ് K2 എന്ന് വരും ഇല്ലേ. ഫോഴ്സ് ഓൾറെഡി എഴുതി, K2 എഴുതി, K1 എഴുതി, SB1 എഴുതി. ഓക്കെ, ഇനി അടുത്ത ഇപ്പോൾ A11 ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതാം, ഒരു മെട്രിക്സ് ആയിട്ട് തന്നെ എഴുതാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനത്തെ മെട്രിക്സാണ് ഫോം ചെയ്യേണ്ടത്. ഇതിൽ A11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാസ് m1 റിലേറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെയും സം ഇൻക്ലൂഡിങ് m1 ഇൻ എസ് ഡൊമെയിൻ, അതാണ് നമ്മളിപ്പോൾ എഴുതിയത്, A11 വാല്യൂ എഴുതിയത്. ഇനി അതുപോലെ A22 എന്ന് വെച്ചാൽ എന്തായിരിക്കും, A22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും ലാപ്ലാസിൻ്റെ സം ഇൻക്ലൂഡിങ് m2. അപ്പോൾ എന്ത് വരും, m2ൻ്റെത് s² m2 എന്ന് വരും, പ്ലസ് K2 പ്ലസ് K3 പ്ലസ് SB2 എന്ന് വരും. എല്ലാത്തിൻ്റെ സം m2ൻ്റെത് s² m2 K2 K3 പ്ലസ് SB2 വന്നു. അതുപോലെ ലാസ്റ്റ് A33 എന്തായിരിക്കും, A33 എന്ന് വെച്ച് കഴിഞ്ഞാൽ m3 ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാത്തിൻ്റെയും സം. അപ്പോൾ അതിനകത്ത് രണ്ടെണ്ണേ വരുന്നുള്ളൂ, ഒന്ന് K3 പ്ലസ് SB2. നമുക്ക് ഈ ഡയഗണൽ എലമെൻറ്റ്സ് കിട്ടി. ഇനി നെക്സ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും, അത് ഓർത്തോണം. ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് നെഗറ്റീവ് ആയിരിക്കും.
അതിൽ ഇനിയിപ്പം ഇതെന്ന് വെച്ചാൽ A12 ആണ്. 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ M1ഉം M2 അല്ലെങ്കിൽ X1ഉം X2നും ഇടയ്ക്ക് വരുന്ന കമ്പോണൻസിൻ്റെ സമ്മായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്ത് മാത്രമേ വരുന്നുള്ളൂ? K2 മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതിന് നെഗറ്റീവ് കൊടുക്കണം. 2 ഈക്വൽ ടു എന്ത് വരും? -K2 വരും. ആ സെയിം തന്നെ ആയിരിക്കും A21 എന്ന് പറയുന്നത്, അത് -K2 ആയിരിക്കും. ഇനി അടുത്ത A13 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1നും 3ക്കും കോമൺ ആയിട്ടുള്ളത്. 1നും 3ക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0. സിമിലർലി A31 ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത് എന്താ കണ്ടുപിടിക്കുന്നതിനകത്ത് A23 കണ്ടുപിടിക്കണം. A23 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2നും 3ക്കും കോമൺ ആയിട്ടുള്ളതിൻ്റെ സമ്മ്. അവിടെ എന്ത് വരും? മൈനസ് വരും. മൈനസ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് മൈനസ് വരും. മൈനസ് ഓഫ് K3 പ്ലസ് SB2 എന്ന് വരും. സിമിലർലി 2നും 3ക്കും കോമൺ തന്നെ ആയിരിക്കത്തില്ല, 3നും 2നും കോമൺ അല്ലേ? A32 ഈക്വൽ ടു സെയിം മൈനസ് ഓഫ് K3 പ്ലസ് SB2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു മെട്രിക്സ് കിട്ടും, 3x3 മെട്രിക്സ്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്, മനസ്സിലായിക്കൊണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. ഒന്നുകൂടെ പറയണോ? ജസ്റ്റ് ഒന്ന് പറയാം. മെട്രിക്സ് ഇവിടെ 3 മാസം ഉണ്ടായതുകൊണ്ട് ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എൻട്രി A11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ് M1 റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള എല്ലാ കമ്പോണൻസിൻ്റെയും സമ്മ് ഇൻ എസ് ഡൊമെയിൻ ഇൻക്ലൂഡിങ് M1, അതാണ് A11 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. M1ൻ്റെത് S² M1 പ്ലസ് K1 പ്ലസ് K2 പ്ലസ് S ഇൻറ്റു B1, അതാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ A22 എന്ന് വെച്ച് കഴിഞ്ഞാൽ M2 ആയിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തേക്കുന്ന എല്ലാത്തിൻ്റെയും സമ്മ്, ദറ്റ് ഈസ് ഈക്വൽ ടു S² M2 പ്ലസ് K2 പ്ലസ് K3 പ്ലസ് SB2. സിമിലർലി A33 എന്ന് വെച്ചാൽ എന്തായിരിക്കും? തേർഡ് മാസമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും സമ്മ്. അതിൻ്റെ കേസിൽ രണ്ടെണ്ണേ ഉള്ളൂ, K3 പ്ലസ് SB2. ഇനി ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട്. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അതിൽ ഇനി A12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ X1 ആൻഡ് X2 കോമൺ ആയിട്ട് വരുന്നത് K2 ആണ്. മൈനസ് ഓഫ് വരും, -K2 വരും. ഈ 1-2ന് കോമൺ ആയിട്ട് വരുന്നതിൻ്റെ 2-1നും വരുന്നത് രണ്ട് സെയിം തന്നെയല്ലേ? ബിറ്റ്വീൻ 1 ആൻഡ് 2, ബിറ്റ്വീൻ 2 ആൻഡ് 1. അപ്പോൾ അതും എന്ത് തന്നെ വരും? -K2 വരും. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A13. 1നും 3ക്കും ഇടയ്ക്ക് കമ്പൗണ്ട്സ് ഒന്നുമില്ല, സോ വി റൈറ്റ് ആസ് 0. ഇനി നെക്സ്റ്റ് 3-1ഉം സെയിം തന്നെ ആയിരിക്കും. ഇനി 2-3 എന്ന് വെച്ചാൽ 2നും 3ക്കും ഇടയ്ക്ക് കോമൺ ആയിട്ടുള്ളതിൻ്റെ സമ്മ് നെഗറ്റീവ് ഓഫ്. അങ്ങനെ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. ഈ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോക്കണം നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ x of 2s by f of s ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം x2 of s എങ്ങനെ കിട്ടും? ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് x2 of s is equal to delta 2 of s by delta. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് delta 2 of s by delta. അപ്പോൾ ഇതിനകത്ത് ഈ സെക്കൻഡ്, അതായത് ഈ ഒരു കോളം നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? FS 0 വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇൻ എഫക്റ്റ് x2 of sഉം FSഉം തമ്മിലുള്ള റേഷ്യോ ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. മെത്തേഡ് മനസ്സിലായോ? മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയോ? അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇതിൻ്റെ ഫ്രീബോർഡ് ഡയഗ്രാം വരയ്ക്കണം. വരച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി ലാപ്ലാസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് പോകണം. ഇനി മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഇതും ചെയ്യാം, ഈ മെത്തേഡും ഫോളോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഫൈനൽ ആൻസർ കൃത്യമായിട്ട് എഴുതണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.